എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന രുദ്രാക്ഷം നല്ലതാണോ അല്ലെങ്കിൽ അത് കളർ ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്യൂരിറ്റി ചെക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഹൈന്ദവീയ ആചാരപ്രകാരം രുദ്രാക്ഷം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, അല്ലേ? നമുക്കിപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ശിവന് രുദ്രാക്ഷം അണിഞ്ഞിരിക്കുന്നതും. അതുമാത്രമല്ല, ഇപ്പോൾ ശബരിമലയിൽ പോകുന്നവരായാൽ പോലും രുദ്രാക്ഷം ബേസ് ചെയ്തിട്ടുള്ള മാലയൊക്കെ ആയിരിക്കും ഇടുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു രുദ്രാക്ഷം നിങ്ങൾക്ക് കളർ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പ്യുവർ ആണോ? നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുന്ന രുദ്രാക്ഷം നമുക്കറിയാം. ഇതിപ്പോൾ രുദ്രാക്ഷം വേറെ തുളസി മണിയും കൂടെ ചേർന്നിട്ടുള്ളൊരു മാലയാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് കളർ ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഒറിജിനൽ ആണോ, അങ്ങനത്തെ പ്യൂരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം കുറച്ച് നേരം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം വെള്ളത്തിലിട്ട്. എന്നിട്ട് നിങ്ങൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെള്ള തുണി എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കളർ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് വെളുത്ത തുണി വേണം എടുക്കാൻ. എന്നിട്ട് ഈ രുദ്രാക്ഷത്തിൻ്റെ ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് തുടച്ച് നോക്കാം. അപ്പം എൻ്റെ ഈ തുണിയിൽ ഇവിടെ സൂക്ഷിച്ച് നോക്കി, അപ്പോൾ ഈ തുണിയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു നിറവ്യത്യാസം കാണാൻ പറ്റും തുടച്ചേക്കുന്ന ഭാഗത്തായിട്ട്. അപ്പോൾ അതായത് അതൊരു ബ്രൗൺ കളറോ കറുത്ത കളർ പോലെയൊക്കെയാണ് ഈ വന്നേക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ ഒരു രുദ്രാക്ഷം പ്യുവർ അല്ല, കുറച്ച് കളർ ചേർത്തേക്കുന്നതാണെന്നാണ്. എൻ്റെ ഇതല്പം പഴയതായതുകൊണ്ട് ചിലപ്പോൾ അത്ര ഒരു കളർ ചേഞ്ച് അറിയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് അതപ്പം തന്നെ നമ്മൾ ആ രീതിയിൽ വെള്ളം ഒഴിച്ച് നോക്കണം. എനിക്കിത് ഞാൻ കളമശ്ശേരിയിലൊരു ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ ശിവൻ്റെ നടയിൽ പൂജ ചെയ്യുന്ന ഒരു സ്വാമിയാണ് എനിക്ക് ഈ ഒരു സംഭവം പറഞ്ഞു തന്നത്, നമ്മൾ രുദ്രാക്ഷം മേടിക്കുമ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു മാല മേടിച്ചപ്പോൾ ഇതൊന്ന് ചോദിച്ചിരുന്നു, ഒറിജിനൽ രുദ്രാക്ഷമാണോ എന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമെന്ന്. അപ്പോൾ സ്വാമി എൻ്റെ ഈ മാലയിൽ ഒന്ന് ചെയ്ത് തന്നാണ്, ചെയ്ത് എന്നെ നേരിട്ട് കാണിച്ചു തന്നു കേട്ടോ. ഇതുപോലെ കഴുകിയിട്ട് മുണ്ടിൽ തുടച്ച് കാണിച്ചു തന്നു. അപ്പോൾ നല്ല രീതിക്ക് കളർ ഇളകുന്നുണ്ടായി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര കളർ ഇളകിയത് ചിലപ്പോൾ തുണിയിൽ അറിയാൻ പറ്റില്ല. എന്നാലും ഒരു കറുത്ത സ്പോട്ട് നിങ്ങൾ കണ്ടു കാണും, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു രുദ്രാക്ഷം നല്ലതാണോ അല്ലെങ്കിൽ അതിൽ കളർ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. പിന്നെ ശരിക്കും ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് നേപ്പാൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തു നിന്നാണ്. നേപ്പാൾ, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും രുദ്രാക്ഷ മരങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതും നമുക്ക് ചെറുത് ഉപയോഗിക്കാനാണ് കഴിവതും പറയുന്നത്, വലുത് അധികം പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പോകുന്ന അമ്പലത്തിലെ സ്വാമി പറഞ്ഞത് കഴിവതും ചെറിയ രുദ്രാക്ഷം ഉപയോഗിക്കുക. അതും നമ്മൾ സ്വർണം വെച്ചൊന്നും ഇങ്ങനെ കെട്ടിക്കരുതെന്ന്. സ്വർണം അല്ലെങ്കിൽ മറ്റു മെറ്റൽസിൽ, ഇത് ചെമ്പാണ്, ചെമ്പ്, സ്വർണം, വെള്ളി ഇങ്ങനെയുള്ള വെച്ച് കെട്ടിക്കരുത്. കഴിവതും നമ്മൾ ചരടി തന്നെ കെട്ടി ഉപയോഗിക്കാനാണ് പറയുന്നത്. രുദ്രാക്ഷം വീട്ടിൽ മരമുള്ളവർ ആണെന്നുണ്ടെങ്കിൽ, അതായത് രുദ്രാക്ഷ മരത്തിൽ നിന്ന് കോർത്തൊക്കെ ചിലവർ മാല പോലെ കൊടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.